ഷാഫി എംപിയെ ആക്രമിച്ചത് പോലീസ് ഗുണ്ടയാണ്. അതിന്റെ തെളിവുകൾ പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ MP. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഷാഫി പറമ്പിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്നത്, നിങ്ങൾക്ക് രാഷ്ട്രീയം ഒന്നും ഇല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തോളൂ, അത് പുരുഷ പ്രശ്നമാണ്, എന്തിനാണ് ഷാഫി പറമ്പിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ അന്നേ പറഞ്ഞു, പാർട്ടി അല്ല, നമ്മുടെ ഒരു MP ആണ്. നാളെ കോൺഗ്രസ് MP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് MP ആണെങ്കിലും BJP MP ആണെങ്കിലും മുസ്ലിം ലീഗ് MP ആണെങ്കിലും നമ്മുടെ നാടിന്റെ ഒരു ജനപ്രതിനിധിയെ അങ്ങനെ ഒരു പോലീസ് ഗുണ്ട തല്ലി ചതയ്ക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ? അത് ഷാഫി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും കേരളത്തിന്റെ മനസ്സുണരണ്ടേ? ഒരു MP സേഫ് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സേഫ് ആണോ? ഒരു MPയെ വ്യത്യസ്ത താല്പര്യങ്ങൾ കൊണ്ട് ഗൂഢാലോചന കൊണ്ട് അല്ലെങ്കിൽ തല്ലിക്കാമെങ്കിൽ, ആ രീതിയിൽ ആശുപത്രിയിലാക്കാമെങ്കിൽ, ആദ്യ ദിവസം പല ആൾക്കാരും മഷി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഷാഫിയുടെ മൂക്കിന്റെ പാലത്തിന് സാരമായി പരിക്കേറ്റു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം തെളിവ് സഹിതം പുറത്തു വന്നല്ലോ. പോലീസുകാർ പോലും, ഓർക്കുക, SP ആയ പോലീസുകാരൻ പോലും വെളിപ്പെടുത്തി ഷാഫി ആയിരുന്നു ശരിയെന്ന്. അപ്പോ ഷാഫി ഇന്ന് ഉന്നയിച്ച വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്, അതിന്റെ വാർത്തകൾ കേൾക്കാം. അതിന്റെ കാര്യം, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കക്ഷി രാഷ്ട്രീയം പാടില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാകാം, കോൺഗ്രസ്സുകാരനാകാം, BJP കാരനാകാം, മുസ്ലിം ലീഗുകാരനാകാം, രാഷ്ട്രീയം ഉള്ളവനാകാം, രാഷ്ട്രീയം ഇല്ലാത്തവനാകാം. നമ്മുടെ ഒരു MP, നമ്മുടെ ഒരു MLA, അത് നാളെ ഏത് പാർട്ടിയുടെ MLA ആണെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് അതിനെതിരെ പറയാൻ കഴിയണം. കാര്യം ഒരു MP സേഫ് അല്ലെങ്കിൽ നമ്മൾ ആരും സേഫ് അല്ല. നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. എന്തായാലും പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ MP. 2023 പിരിച്ചുവിട്ട അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. 2023 പിരിച്ചുവിട്ട, ചിലർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു, മാധ്യമങ്ങളൊക്കെ പിരിച്ചുവിടപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെയുള്ള, അതായത് ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആള് തന്നെ തനിക്ക് മുമ്പ് CPM-വുമായി ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇതിന്റെ പ്രശ്നം എന്ന് പറയാമോ, നമ്മൾ പോലീസിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ CPM ആകാം, BJP ആകാം, കോൺഗ്രസ് ആകാം, മുസ്ലിം ലീഗ് ആകാം, ആപ്പ് ആകാം. പക്ഷേ പോലീസിന് വേറെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പോലീസിന്റെ കർത്തവ്യ നിർവഹണത്തിൽ കൊണ്ടുവരരുത്. പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരിച്ചെത്തിയത് എങ്ങനെ എന്ന് ചോദിച്ച ഷാഫി, സംഘർഷത്തിൽ മനഃപൂർവ്വം തന്നെ മർദ്ദിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടി. ശബരിമല വിഷയം കത്തി നിൽക്കുമ്പോൾ CPM ഏറ്റവും ഡിഫൻസിലാണ്. അത് അറിയേണ്ടത്, CPM അടിസ്ഥാനപരമായ ഒരു ഹിന്ദു പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ CPM-ന്റെ 80% വോട്ട് വരുന്നത് ഹിന്ദു ജനവിഭാഗങ്ങളിൽ നിന്നാണ്. ഈഴവ, പിന്നോക്ക, നായർ വിഭാഗങ്ങളിൽ നിന്നാണ് കോർ വോട്ട് വരുന്നത്. ചിലപ്പോൾ അതിൻ്റെ കൂടെ 10% മുസ്ലിം വോട്ട് കിട്ടുകയാണ്, 10-12% ക്രിസ്ത്യൻ വോട്ട് കിട്ടും. ഇതാണ് CPM-ന്റെ ഘടന. അപ്പോ ശബരിമല എന്ന് പറഞ്ഞ എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ താല്പര്യവും ഒരേപോലെ ഇഷ്ടവും ഉള്ളൊരു അമ്പലമാണ്. കാര്യം ചരിത്രാതീതമായ കാലം മുതൽ ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന നമ്മുടെ പ്രൗഢഗംഭീരമായ മതസൗഹാർദ്ദത്തിന്റെ ഒക്കെ കേന്ദ്രമാണ്. അപ്പൊ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞ് CPM ഡിഫൻസിലേക്ക് പോകുമ്പോൾ ബോധപൂർവം വിഷയം മാറ്റാനും, അന്നൊക്കെ ചാനലുകൾ നിരന്തരം അതാണല്ലോ ചർച്ച ചെയ്തത്, വിഷയം മാറ്റാനും ശ്രദ്ധ തിരിക്കാനും വേണ്ടി യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഘർഷം ഉണ്ടാക്കിയതാണെന്ന് അന്നേ സംശയം ഉയർന്നിരുന്നു. അതായത് പോലീസിന്റെ കയ്യിലടക്കം ഗ്രനേഡ് അടക്കം ഇരിക്കുന്ന കാഴ്ചകളാണ്. സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഷാഫിയുടെ വെളിപ്പെടുത്തൽ. പീഡനക്കേസ് പ്രതിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ ലാപ്ടോപ്പ് കാണിക്കുന്ന പോലെ ഇപ്പൊ ഒരുപാട് പേര് കാണിച്ചു, എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. തമാശ പറഞ്ഞതാണ്. അതായത് ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് നമ്മൾ കാണിക്കണം. ലാപ്ടോപ്പ് കാണിക്കണം, iPad കാണിക്കണം, നമ്മൾ വിഷ്വലി ആൾക്കാർക്ക് ആ പോയിന്റ് എത്തിക്കണം. കുറച്ചതിന് 2023 ജനുവരിയിൽ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് അറിയിച്ചത്. അങ്ങനെ പിരിച്ചുവിടപ്പെട്ട അഭിലാഷാണ് പേരാമ്പ്ര സംഘർഷത്തിൽ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ. CI അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വടകര കൺട്രോൾ റൂമിലെ CI ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല. ഫോട്ടോയുടെ കോളം ബ്ലാങ്ക് ആണ്. പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പിരിച്ചുവിട്ടതിന്റെ രേഖകൾ ലഭ്യമല്ല. പകരം സസ്പെൻഷൻ രേഖകളുണ്ട്. അഭിലാഷിന് CPM-വുമായി അടുത്ത ബന്ധം. CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവർ പുറത്തുമുണ്ട്, പോലീസിനകത്തുമുണ്ട്. അത് ചെയ്യരുത്. CPM-ന് വേണ്ടി മാത്രമല്ല, കോൺഗ്രസിന് വേണ്ടിയും BJP-ക്ക് വേണ്ടിയും വേറെ ഏത് പാർട്ടിക്ക് വേണ്ടിയും ഗുണ്ടാപ്പണി എടുക്കരുത്. നിങ്ങൾ പോലീസുകാരെ, ഞങ്ങൾ സാധാരണക്കാർക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇഷ്ടവും വിശ്വാസവുമാണ്. അതായത് പോലീസുകാരാകുമ്പോൾ അവർ നിഷ്പക്ഷരാകും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാ പോകുന്നത്?
നമ്മൾ പിന്നെ എങ്ങനെയാ പോലീസുകാരെ ആശ്രയിക്കുന്നത്? നമുക്കെല്ലാം നമ്മുടെ ജാതി കാണും, മതം കാണും, രാഷ്ട്രീയം കാണും, വിശ്വാസം കാണും, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ അത് നിങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ഇടപെടരുത്. പോലീസിനകത്ത് ഈ ഗുണ്ടകളാണ് പോലീസിംഗിന് നേതൃത്വം നൽകുന്നത്. പോലീസ് ലക്ഷ്യം വെച്ചത് തന്നെ ആക്രമിക്കാൻ തന്നെ എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. ലാത്തി വീശിയത് മുഴുവൻ താൻ നിന്ന ഭാഗത്തേക്കാണ്. എന്നിട്ടും പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പലതവണ ആവശ്യപ്പെട്ടു. ഷാഫി എന്ന് വളരെ ആത്മനിയന്ത്രണം കാണിച്ചു. അന്നത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. വളരെ ആത്മനിയന്ത്രണം കാണിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കുറെ കൂടെ വലിയ സീനാക്കായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒന്നുമല്ല ചെയ്തത്. വളരെ പക്വതയുള്ള, എനിക്ക് ഷാഫിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങളുള്ളതാ. എല്ലാ പാർട്ടിയിലും ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും BJP-യിലും മുസ്ലിം ലീഗിലും ആപ്പിലും ഒക്കെ ഇഷ്ടമുള്ള നേതാക്കളുണ്ട്. ഷാഫിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഷാഫിക്ക് ഒരു പക്വതയുണ്ട്, ഒരു മിതത്വവും മയവും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റില്, തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കി. ഉദ്ദേശം എന്താ? ഷാഫിയുടെ തല പൊട്ടുകയോ മറ്റോ ചെയ്ത് വലിയൊരു പ്രശ്നമായാൽ ശബരിമല അടക്കമുള്ള സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ മാറുകയും MP ആക്രമിക്കപ്പെട്ടു, ജയില് വേറെ രീതിയിലേക്ക് പോവുകയും ചെയ്യും. ടൂൾ ഉപയോഗിച്ച് പ്രതികളെ കണ്ടെത്തുമെന്ന് പറഞ്ഞ പോലീസ് തന്റെ മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല. ഇതിന് SP പോലും സമ്മതിച്ചതാണ് ഷാഫി ആക്രമിച്ചതാണ്. 2 DYSP-മാർക്ക് സ്ഥലം മാറ്റമായി. CPM-ന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് പോലീസിന് വീഴ്ച പറ്റിയെന്ന് റൂറൽ SP തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യവും ഷാഫി ചൂണ്ടിക്കാട്ടി. അടിക്കുന്ന സീൻസ് ഒക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. മനോരമ ന്യൂസ്, കോഴിക്കോട്. ഇതാണ് ഇതിന്റെ പ്രശ്നമേ. നമ്മള് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു സങ്കുചിത വലയത്തിൽ കാണരുത്. ഞാൻ അതിന്റെ വാർത്തകൾ മുഴുവൻ വായിച്ചു. അപ്പൊ CI അഭിലാഷ് ഡേവിഡിന്റെ വാദം പൊളിയുന്നു. കാക്കി ഹെൽമെറ്റ് ഇട്ട പോലീസുകാരൻ ഷാഫിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇടതുപക്ഷ ലീനിങ് മാധ്യമങ്ങൾ പോലും കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്. അങ്ങനെ വേണം. നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ മറച്ചു പിടിക്കുകയല്ല. തെറ്റിനെ തെറ്റായിട്ടും അനീതിയെ അനീതിയായിട്ടും കാണണം. പേരാമ്പ്രയിലെ പോലീസ് മർദ്ദനം ആസൂത്രിതം, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനും മറയ്ക്കാനും ഒക്കെയാണ്. ഇത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. ഷാഫി പറമ്പലിന് പൂർണ്ണമായും ഐക്യദാർഢ്യം. അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ബേസിലല്ല, പകരം നമുക്ക് നന്മ ഉണ്ടാകണം. ആരോടാണെങ്കിലും ഫെയർനെസ് ഉണ്ടാകണം. ആ ഫെയർനെസ്സിൽ ഉണ്ടാകട്ടെ. ഷാഫി പറമ്പിൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലാണ്. അതായത് ഭാവി കേരളത്തിന്റെ ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കോട്ടത്തിലും ഒക്കെ. അപ്പോൾ അതുപോലെ എന്താ പറയുന്നത്, അതുപോലെ CPM-ലെ ആൾക്കാരുണ്ട്, നല്ല യുവനിരയുടെ നേതാക്കളുണ്ട്, അതേപോലെ BJP-യിലുണ്ട്, മുസ്ലിം ലീഗിലുണ്ട്, പല പാർട്ടിയിലും അതുപോലത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ആ യുവാക്കളെ അടിച്ചും മർദ്ദിച്ചും ശ്രദ്ധ തിരിക്കാൻ ഇങ്ങനെ പോലീസ് ഉപയോഗിക്കരുത്. പോലീസുകാർ ആ പണി എടുക്കരുത് എന്ന വ്യക്തമായ അഭ്യർത്ഥനയാണുള്ളത്. കാര്യം പോലീസുകാര് ചട്ടുകങ്ങളായി മാറരുത്. മാറിയ നാടിന്റെ ഈ ചങ്ങലയ്ക്ക് മനുഷ്യന് ഭ്രാന്ത് പിടിച്ച ചങ്ങലയ്ക്ക് ഇടാൻ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. പോലീസുകാർ സമൂഹത്തിലുള്ള ചങ്ങലയാണ്. അപ്പോൾ ആ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുന്നവർ തന്നെ ലോ ബ്രേക്കേഴ്സ് ആവരുത്.